K-nearest neighbor algorithm യൂസ് ചെയ്തിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ചെയ്യാം. ഇവിടെ നമ്മളൊരു ഡാറ്റ സെറ്റ് മാനുവലി എൻ്റർ ചെയ്ത് കൊടുത്ത ഡാറ്റ സെറ്റാണ്. നമ്മൾ അറേ ആയിട്ടാണ് ഈ ഡാറ്റ സെറ്റ് നമ്മൾ കൊടുക്കുന്നത്. നമ്പർ അറേ ആയിട്ടാണ് ഇവിടെ പാസ് ചെയ്യുന്നത് ഡാറ്റ. അപ്പം അതിൽ നമ്മൾ അവേഴ്സ് ഓഫ് സ്റ്റഡി ഈ രണ്ട് കോളം, ഇത് ആദ്യത്തെ കോളം അവേഴ്സ് ഓഫ് സ്റ്റഡിയും രണ്ടാമത്തെ കോളം പ്രീവിയസ് ഗ്രേഡ്. ഈ സ്റ്റഡീനെ ബേസ് ചെയ്ത് അവേഴ്സ് ഓഫ് സ്റ്റഡീനെ ബേസ് ചെയ്തിട്ട് പ്രീവിയസ് ഗ്രേഡ് എത്ര എന്നുള്ളതാണ് അടുത്ത ഫീച്ചർ വരുന്നത്. ഈ രണ്ട് ഫീച്ചറിനെയും ബേസ് ചെയ്തിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്താണ് ഇവിടെ? പാസ് ഓർ ഫെയിൽ. അതാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ക്ലാസിഫിക്കേഷൻ ടൈപ്പ് പ്രോബ്ലം ആണ്. പാസ് ആണോ അല്ലയോ എന്നാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതായത് 0 or 1. പാസ് ആണെങ്കിൽ 1, 0 ആണെങ്കിൽ ഫെയിൽ. ഓക്കെ, ഈ ഒരു ഡാറ്റയാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് മിഷനിൽ. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് ആവശ്യമായി വരുന്ന ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ numpy, matplotlib, sklearn ഇതെല്ലാം ഇമ്പോർട്ട് ചെയ്തു. ദെൻ sklearnൽ നിന്ന് നൈബേഴ്സ് എന്ന ഒരു മൊഡ്യൂളിൽ നമ്മൾ kneighbors ക്ലാസിഫയർ ഇനിഷ്യലൈസ് ചെയ്യും, ഇമ്പോർട്ട് ചെയ്യും ഫസ്റ്റ്. ഓക്കെ, കാരണം ഇവിടെ ക്ലാസിഫിക്കേഷൻ ടൈപ്പ് പ്രോബ്ലം ആണ്. അപ്പോൾ k-nearest neighbor നമ്മളിപ്പോൾ ക്ലാസിഫിക്കേഷൻ ടൈപ്പ് പ്രോബ്ലംസിനാണ് യൂസ് ചെയ്യുന്നത്. k-nearest neighbor ക്ലാസിഫയർ നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ, ദെൻ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ട് ക്ലാസിഫിക്കേഷന് വേണ്ടുന്ന കുറച്ച് മെട്രിക്സ് ഉണ്ടല്ലോ, ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട്, ആക്യുറസി സ്കോർ, കൺഫ്യൂഷൻ മെട്രിക്സ്, ഇതെല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ, നമ്മൾ ഇമ്പോർട്ട് ചെയ്തു, ഡാറ്റ ലോഡ് ചെയ്തു. ഇത് numpy array ആയിട്ടാണ് ഇവിടെ ഡാറ്റ നമ്മൾ എടുത്തിരിക്കുന്നത്. ഡാറ്റ ഫ്രെയിമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടില്ല. numpy array ആയിട്ട് നമുക്ക് ഡാറ്റേനെ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എക്സിൽ നമുക്ക് ആകെ വേണ്ടത് ഏത് രണ്ട് കോളമാണ്? ഈ രണ്ട് കോളമാണ്, ഫീച്ചർ മാത്രം. അതായത് ഇവിടെ ഫീച്ചർ എന്ന് പറയുന്നത് അവേഴ്സ് ഓഫ് സ്റ്റഡിയും പ്രീവിയസ് ഗ്രേഡും ആണ്. ഇതിന് ഈ രണ്ട് ഫീച്ചേഴ്സ് നമ്മൾ എക്സ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുകയാണ്. അതായത് ഇത് ഒരു അറേ ആണ്. അപ്പോൾ നമ്മൾ ഡാറ്റ ഫ്രെയിമിന്റെ iLoc എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യില്ല. നമ്മൾ ഡാറ്റ ഓഫ് എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക? ഈ കോളൻ മീൻസ് ഫുൾ റോ, അതായത് ഇതിന് സ്റ്റാർട്ടിങ് എൻഡിങ് കൊടുത്തിട്ടില്ല, അതൊരു കോളം മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ വാല്യൂസ് ഇല്ല. ദാറ്റ് മീൻസ് ഫുൾ റോ നമുക്ക് വേണം. ഓക്കെ, അപ്പം 2 വരെ കോളം 0 to 2 വരെ മീൻസ് 0, 1, 2 എടുക്കില്ല. ഓക്കെ, മീൻസ് ഈ ഒരു കോളം, അതായത് പാസ് ഓർ ഫെയിൽ എന്ന ഈ ഒരു കോളം, നമ്മുടെ ടാർഗറ്റ് കോളം, ഇതിൽ നിന്ന് റിമൂവ് ആവും. ഈ എക്സിൽ ഇപ്പം എന്ത് മാത്രം ഉണ്ടായിരിക്കുള്ളൂ? അവേഴ്സ് ഓഫ് സ്റ്റഡി, പ്രീവിയസ് ഗ്രേഡ് മാത്രം ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ടാവും. വൈയിൽ നമ്മൾ ഈ ഒരു രണ്ടാമത്തെ 0, 1, 2 രണ്ടാമത്തെ കോളം മാത്രം എടുത്തു വയ്ക്കും. അതായത് ഫുൾ റോ വിത്ത് 1 കോളം, 0, 1, 2 സെക്കൻഡ് കോളം നമ്മൾ എടുത്തു. ഓക്കെ, നമ്മളിനി ഇതിൽ എക്സ് പ്രിന്റ് ചെയ്താൽ ക്യാപിറ്റൽ ലെറ്റർ എക്സ് ആണ്. നമുക്കിവിടെ എന്താ ഈ ഒരു പാസ് ഓർ ഫെയിൽ എന്നുള്ള കോളം അതിവിടെ നിന്ന് പോയി അല്ലേ? എക്സില് അത് വൈയിലായിരിക്കും. നമ്മൾ വൈയിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈ ഇത് റൺ ചെയ്യാൻ പോകുന്നു. അപ്പം ഇതെന്താ? എക്സിലെന്താ 2 dimensional ഫീച്ചേഴ്സ് കിട്ടി, വൈയിൽ 1 dimensional പ്രഡിക്ഷൻ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഡാറ്റ സ്പ്ലിറ്റ് ചെയ്തൂടെ? എക്സ് ട്രെയിൻ വൈ എക്സ് ടെസ്റ്റ്, വൈ ട്രെയിൻ വൈ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. നമ്മൾ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എക്സും വൈയും പാസ് ചെയ്തിട്ട് എത്ര ടെക്സ്റ്റ് സൈസ് എടുക്കണം എന്ന് കൂടി മെൻഷൻ ചെയ്തു. ഇവിടെ 30% എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ വൈ ടെസ്റ്റിൽ ഇപ്പം ഇത്രയും വാല്യൂസ് ആണ് ഉള്ളത്. ബിക്കോസ് നമ്മുടെ ഡാറ്റ വാല്യൂസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ അതിൽ നിന്നൊരു 30% എടുക്കാൻ മീൻസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, വൈ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രഡിക്ഷനിലെ ഒരു 20%, ഒരു 3 ഔട്ട്പുട്ട്സ് ചെയ്തിട്ടുള്ളൂ ഈ ഒരു വാല്യൂസ് നോക്കുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? k-nearest neighbor ക്ലാസിഫയറിനെ ഇനീഷ്യലൈസ് ചെയ്യണം അല്ലേ? അപ്പോൾ k-nearest neighbor അൽഗോരിതം പഠിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഫസ്റ്റ് നമ്മൾ k ഇനീഷ്യലൈസ് ചെയ്യണം. k എത്ര വേണം, എത്ര നൈബേഴ്സിന് നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് ഏറ്റവും കുറവുള്ള ഡിസ്റ്റൻസ് ഉള്ള ഡാറ്റ പോയിന്റ്സിനെയാണ് എടുക്കുക ട്രെയിനിങ് ഡാറ്റയിൽ നിന്ന് അല്ലേ? ന്യൂ ഡാറ്റ പോയിന്റിൽ നിന്ന് ട്രെയിനിങ് ഡാറ്റ പോയിന്റിലേക്കുള്ള ഈച്ച് ആൻഡ് എവറിത്തിങ് ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യും. ഓരോ ഡാറ്റ പോയിന്റിൽ നിന്നും ന്യൂ ഡാറ്റ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് ഏറ്റവും കുറവുള്ള 3 നൈബേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിന്റെ മെജോറിറ്റി ക്ലാസ്സിലേക്കാണ് ഒരു ന്യൂ ഡാറ്റ പോയിന്റ് നമ്മൾ അസൈൻ ചെയ്യുക അല്ലേ? അപ്പോൾ
ഫസ്റ്റ് നമ്മൾ കെ എത്ര എണ്ണം വേണം എന്ന് മെൻഷൻ ചെയ്യണം. ഇവിടെ 3 ആണ് ഞാൻ